വിശദമായ വാർത്തയിലേക്കാണ്. കോഴിക്കോട് കുന്നമംഗലം കുരിക്കത്തൂരിൽ വീടിനുള്ളിലെ സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. മുണ്ടിക്കൽ താഴം സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട് വാടകയ്ക്കെടുത്ത് പടക്ക നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത് വിഷ്ണു ആണെന്നാണ് കണ്ടെത്തൽ. അപകടത്തിൽ പരിക്കേറ്റ 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും 2 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു അപകടം, ആ അപകടത്തിൽ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിൽ ആയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു ഇന്നലെ രാത്രി കോഴിക്കോട് നടന്നത്. കോഴിക്കോട് കുന്നമംഗലം കുരിക്കത്തൂരിൽ നടന്നത്. കുരിക്കത്തൂർ എന്ന സ്ഥലത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന വീട്ടിൽ ആളുകളെ കൂട്ടി അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു വരികയായിരുന്നു വിഷ്ണു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മുണ്ടിക്കൽ താഴം സ്വദേശിയായിട്ടുള്ള PM വിഷ്ണുവിനെ കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവിടെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചിരുന്നത്. സമീപത്തെ വീട്ടുകാർ പോലും ഇത്തരത്തിലൊരു കാര്യം അറിഞ്ഞിരുന്നില്ല. ഓലപ്പടക്കം പോലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തുടക്കത്തിൽ ഈ സംഭവം നടന്നപ്പോൾ 2 പേരാണ് കൊല്ലപ്പെട്ടത്. രാഹുൽ എന്നു പേരുള്ള 2 പേരാണ്. 2 പേരുടെയും പേര് രാഹുൽ എന്നത് തന്നെയാണ്. ഒരാൾ രാമനാട്ടുകര സ്വദേശിയും മറ്റൊരാൾ മുണ്ടിക്കൽ താഴം സ്വദേശിയുമാണ്. 3 പേർക്ക് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നുമുണ്ട്. അതിൽ തന്നെ ഈ വിഷ്ണുവിന്റെ ഭാര്യ സിമി, ഒപ്പം തന്നെ ഹിജിത്ത് തുടങ്ങിയവരും ആണ് ഇപ്പോൾ ആശുപത്രിയിൽ. ഇവരുൾപ്പെടെ 3 പേരാണ്. സമീപത്തെ 5ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. 1 കിലോമീറ്ററോളം ഇതിന്റെ ഈ ഉഗ്രസ്ഫോടനത്തിന്റെ പ്രകമ്പനം കേൾക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അനധികൃതമായിട്ടാണ് ഇവിടെ സ്ഫോടക വസ്തു നിർമ്മാണം നടന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ അനധികൃതമായി സ്ഫോടക നിർമ്മാണം നടത്തിവന്ന വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.